PTA റഹീം MLA പ്രസിഡന്റായ നാഷണൽ സെക്യുലർ കോൺഫറൻസിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസ്. 3 വർഷങ്ങളിലായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് കണക്ക് സമർപ്പിക്കാത്തതിനെ തുടർന്നാണ് നോട്ടീസ് നൽകിയത്. മന്ത്രി വി അബ്ദുറഹ്മാൻ മത്സരിച്ചത് NSC ടിക്കറ്റിലാണ്. അടുത്ത മാസം 3 നടക്കുന്ന ഹിയറിംഗിൽ ഹാജരാകുമെന്ന് PTA റഹീം അറിയിച്ചു. മുഹമ്മദ് അസ്ലം വിവരണം വായിച്ചിരുന്നു. അസ്ലം, ഈ പാർട്ടിക്ക് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരമുള്ളതാണോ? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരമുള്ള പാർട്ടിയാണ് നാഷണൽ സെക്യുലർ കോൺഫറൻസ്. നമുക്കറിയാം, PTA റഹീം അധ്യക്ഷനായി ഒരു പാർട്ടി രൂപീകരിച്ചാണ്. മാത്രമല്ല, ഒരു ഘട്ടത്തിൽ INL വിഭാഗീയത ഉണ്ടായപ്പോൾ അതിലെ നേതാക്കൾ കൂടി പങ്കെടുക്കുകയും അതോടൊപ്പം തന്നെ വി അബ്ദുറഹ്മാൻ, കാരാട്ട് റസാഖ് ഉൾപ്പെടെ നിരവധി ആൾക്കാർ ചേർന്നൊരു മുസ്ലിം ലീഗിന് എതിരായിട്ടുള്ള ബദലായിട്ടുള്ള LDFിനെ തന്നെ വലിയൊരു പ്ലാറ്റ്ഫോമായി മാറാൻ വേണ്ടി ആലോചിച്ച അത്തരം ആലോചനകൾ നടന്നൊരു പാർട്ടിയാണ് നാഷണൽ സെക്യുലർ കോൺഫറൻസ്. ഇപ്പോൾ അതിന്റെ അവസ്ഥ എന്ന് പറയുന്നത്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു നോട്ടീസ് അയച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 3 വർഷങ്ങളായി തെരഞ്ഞെടുപ്പ് കണക്കുകളൊന്നും തന്നെ ഹാജരാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ മാസം 30-നകം തെരഞ്ഞെടുപ്പ് കണക്കുകൾ ഹാജരാക്കിയില്ലെങ്കിൽ അതിന്റെ അംഗീകാരം, അതായത് രജിസ്റ്റേർഡ് പാർട്ടി എന്നുള്ള അംഗീകാരം പോലും എടുത്തു കളയും എന്ന രീതിയിലേക്ക് ഒരു നോട്ടീസ് അയച്ചിരിക്കുകയാണ്. PTA റഹീമുമായി ബന്ധപ്പെടുമ്പോൾ നോട്ടീസ് നേരത്തെ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു. അതേസമയം തന്നെ കണക്കുകൾ ഹാജരാക്കിയിട്ടുള്ളതാണ്. 3-ാം തീയതി, അടുത്ത മാസം 3-ാം തീയതി ഹിയറിംഗ് ഉണ്ട്, അതിനും ഹാജരാകുമെന്ന് പറയുന്നുണ്ട്. അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയച്ചിരിക്കുന്ന നോട്ടീസിൽ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്, കഴിഞ്ഞ 3 വർഷത്തെ തെരഞ്ഞെടുപ്പ് കണക്കുകൾ ഹാജരാക്കില്ല എന്നുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, PTA റഹീം ഇതിന്റെ പ്രസിഡന്റ് ആണെങ്കിൽ പോലും ഇതിന്റെ ടിക്കറ്റിൽ അദ്ദേഹം മത്സരിച്ചത് സ്വതന്ത്രനായിട്ടാണ്. അതേസമയം മന്ത്രി വി അബ്ദുറഹ്മാൻ, തുറമുഖ മന്ത്രി വി അബ്ദുറഹ്മാൻ മത്സരിച്ചത് NSC ടിക്കറ്റിലാണെന്നുള്ളതാണ് അതിന്റെ രസകരമായ കാര്യം. അതേസമയം കഴിഞ്ഞ 3 വർഷത്തിൽ നടന്ന പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. അതിൽ ഇവരുടെ സ്ഥാനാർത്ഥി മത്സരിച്ചിട്ടില്ലല്ലോ. അത് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷന് പാർട്ടിയുടെ കണക്കും നൽകേണ്ടതുണ്ട്. അതും നൽകിയിട്ടില്ല. അതായത് പാർട്ടികളുടെ തെരഞ്ഞെടുപ്പ് രജിസ്റ്റേർഡ് ആയിട്ടുള്ള അംഗീകാരമുള്ള പാർട്ടികൾക്ക് അവരുടെ കണക്കുകൾ ഹാജരാക്കേണ്ടത്, അത് ഹാജരാക്കിയിട്ടില്ല എന്നുള്ള പ്രധാനം. ഈ മന്ത്രി വി അബ്ദുറഹ്മാൻ മത്സരിച്ചത് NSC ടിക്കറ്റിലാണ്. അതേസമയം അദ്ദേഹം ഇതിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല. ഇതിന്റെ സംസ്ഥാന പ്രസിഡന്റായ PTA റഹീം ശരിക്കും ഈ ടിക്കറ്റിലെല്ലാം മത്സരിച്ചെന്നുള്ളൊരു കുറെ രസകരമായ കാര്യം കൂടി അതിന്റെ കൂടിയുണ്ട്. എന്തായാലും NSC എന്ന് പറയുന്ന പാർട്ടിയുടെ, LDFിന്റെ ഭാഗമായി നിൽക്കുന്ന PTA റഹീമിന്റെ പ്രസിഡന്റായ പാർട്ടിയുടെ അംഗീകാരം ഇപ്പോൾ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. ഈ കണക്ക് അംഗീകരിക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ അവരുടെ വിശദീകരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തേടുമോ എന്ന് അറിയേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഈ അംഗീകാരമില്ലാത്ത അല്ലെങ്കിൽ കണക്കുകളും സമർപ്പിക്കാത്ത നിരവധി പാർട്ടികളെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യരാക്കി അല്ലെങ്കിൽ അതിന്റെ രജിസ്ട്രേഷൻ പൂർണ്ണമായി ഒഴിവാക്കി മുന്നോട്ട് പോകുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് തെരഞ്ഞെടുപ്പ് എല്ലാ സംസ്ഥാനങ്ങളിലും ചീഫ് ഇലക്ടറൽ ഓഫീസർമാർ അത്തരം പാർട്ടികൾക്ക് കൃത്യമായി നോട്ടീസ് അയച്ചുകൊണ്ട് അവരുടെ മറുപടി തേടിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ നാഷണൽ സെക്യുലർ കോൺഫറൻസിന് ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത്. തിരുവനന്തപുരം ആ ടിക്കറ്റിലാണ് മത്സരിച്ചത്. അതിന് അംഗീകാരം പോയി എന്നുള്ളത് കൊണ്ടൊന്നും ആ MLA സ്ഥാനത്തിന് വേറെ പ്രശ്നം ഉണ്ടാവില്ല. സ്വതന്ത്ര MLA തന്നെ അദ്ദേഹം തുടരാം. PTA റഹീം നിലവിൽ തന്നെ സ്വതന്ത്ര MLA ആണ്. അതുകൊണ്ട് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതേസമയം അത്തരമൊരു മൂവ്മെന്റ് വലിയൊരു രീതിയിലേക്ക് ഒരു ഘട്ടത്തിൽ കാരാട്ട് റസാഖ് ചേരുമെന്നും INL വിഭജിച്ചു പോയ നാഷണൽ ലീഗ് അവർ ഇതിന്റെ ഭാഗമായി മാറുമെന്ന്, അങ്ങനെ വലിയൊരു പ്ലാറ്റ്ഫോമായി മാറുമെന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു പാർട്ടിയാണ് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിലേക്ക് നിൽക്കുന്നു എന്നുള്ളതാണ് അതിൽ രസകരമായ കാര്യം. അസ്ലം, വേറെ ഇതിൽ ഈ പാർട്ടിയുടെ ടിക്കറ്റിലായിരുന്നു KT ജലീൽ മത്സരിച്ചത്? ഇല്ല, KT ജലീൽ ഈ പാർട്ടിയുടെ ടിക്കറ്റില്ല. അതേസമയം KT ജലീൽ കൂടി ഈ ഘട്ടത്തിലേക്ക് വരുമെന്ന്, ഈ പാർട്ടിക്ക് വരുമെന്നൊക്കെ ഒരു ഘട്ടത്തിൽ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു, റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ആറത്തിലേക്ക് ഒരു മലബാറിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു പാർട്ടിയായിട്ട് വികസിക്കാനുള്ള ഒരു സാധ്യതകളൊക്കെ തേടിയിരുന്നു. ആറത്തിൽ ചില കൂടിയാലോചനകളും ചർച്ചകളൊക്കെ നടത്തിയിരുന്നു. എന്നാൽ അതിലേക്കൊന്നും എത്താൻ കഴിഞ്ഞില്ല. അതേസമയം വി അബ്ദുറഹ്മാൻ ആ ഘട്ടത്തിൽ പാർട്ടി ടിക്കറ്റ് നൽകുകയും പാർട്ടി ടിക്കറ്റിൽ വിജയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ PTA റഹീം അതിന്റെ പ്രസിഡന്റ് ആണെങ്കിൽ പോലും സ്വതന്ത്രനായിട്ടാണ് മത്സരിച്ചത്. അങ്ങനെ ചില കൗതുകങ്ങളുണ്ടെങ്കിൽ പോലും ഈ ഒരു പാർട്ടി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് LDFിന്റെ ഭാഗമായി തന്നെ മുസ്ലിം ലീഗിന് ബദലായി ഒരു പ്ലാറ്റ്ഫോമായിട്ട് വരികയും കാരാട്ട് റസാഖും വി അബ്ദുറഹ്മാനും KT ജലീലും PTA റഹീമും P അബ്ദുൽ വഹാബൊക്കെ അടങ്ങുന്ന നാഷണൽ ലീഗിന്റെ ഭാഗമായിട്ട് അബ്ദുൽ വഹാബൊക്കെ അടങ്ങുന്ന ഒരു പ്രധാനപ്പെട്ട നേതാക്കളുടെ ഒരു LDFിനോട് ചേർന്ന് നിൽക്കുന്ന മുസ്ലിം നേതാക്കളുടെ ഒരു പാർട്ടിയായി വികസിക്കാനുള്ള സാധ്യതയൊക്കെ തേടിയിരുന്നതാണ് നാഷണൽ സെക്യുലർ കോൺഫറൻസ്. എന്തായാലും പാർട്ടിയുടെ പ്രവർത്തനങ്ങളൊന്നും വലിയ രീതിയിൽ മുന്നോട്ട് പോയില്ല. പാർട്ടി സാങ്കേതികമായി മുന്നോട്ട് പോകുന്നുണ്ട്. അതേസമയം ആ അർത്ഥത്തിൽ വികസിച്ചില്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസും വന്നിരിക്കുകയാണ്. ശരി, അസ്ലം.